ഇപ്പോൾ വീണ്ടും ആ സ്ഥാനത്തേക്ക് തന്നെ നിയോഗിച്ചിരിക്കുകയാണെങ്കിൽ പോലും അത് സംസ്ഥാന സമ്മേളനം ആദ്യമായി നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. സമ്മേളനം മാഷിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു സമയത്തെ? കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ പാർട്ടി ഘടകമാണെന്ന് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് സഖാവ് പ്രകാശ് കാരാട്ട് ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പറയുകയുണ്ടായി. എല്ലാ പിന്തിരിപ്പൻ ശക്തികളും വർഗീയ അതുപോലെ അതിൻ്റെ ഒപ്പം ചേർന്ന് പറയേണ്ടുന്ന കോർപ്പറേറ്റ് പിന്നെ അമിതാധികാര ശക്തികൾ ഇതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നൊരു ഘട്ടമാണിത്. പണ്ട് 57-ലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വിമോചന സമര കാലഘട്ടത്തിൽ ഏത് രീതിയിലുള്ള കൂട്ടുമുന്നണിയാണോ ഉണ്ടാക്കിയത് അത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടിലേക്കാണ് കേരളം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാക്ഷി. പക്ഷേ അതിനെയെല്ലാം ഫലപ്രദമായി അഭിമുഖീകരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കൂട്ടായ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഏതെങ്കിലും ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് സെക്രട്ടറിക്കൊന്നും അല്ല അതിൻ്റെ കാര്യം. സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് പാർട്ടി നടത്തി മുമ്പോട്ടേക്ക് പോകുന്നത്. സഖാവ് യെച്ചൂരിയുടെയും അതുപോലെ സഖാവ് കോടിയേരിയുടെയും എല്ലാം നമ്മുടെ ആ വിടവ് കൂട്ടായിട്ടാണ് നമ്മൾ നികത്തി മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും പാർട്ടിയെയും പാർട്ടി സഖാക്കളെയും കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സംഘടനാവൽക്കരിച്ചുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി ഈ എല്ലാ തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുകൾക്കെതിരായിട്ടും ഭരണവർഗ സമീപനങ്ങൾക്കെതിരായിട്ടും മുന്നോട്ടേക്ക് പോകും. അതിനു വേണ്ടിയുള്ള ഒരു അതിശക്തിയായ കൃത്യമായ ധാരണയോടുകൂടിയുള്ള ആരോഗ്യകരമായ ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനം കൊല്ലത്തിപ്പോൾ ഈ പ്രതിനിധി സമ്മേളനം സമാപിക്കുന്നത്. പാർട്ടിയുടെ നേതൃത്വം എപ്പോഴും അതൊരു വ്യക്തിയുടെ നേതൃത്വമല്ല, അത് കൂട്ടായി കൊടുക്കുന്ന നേതൃത്വമാണ് എന്ന് മാഷ് ഇപ്പോൾ നിരീക്ഷിച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നേതൃത്വം ഒരു തുടർച്ച കൂടിയാണ്. ഇപ്പോൾ നേതൃതലത്തിൽ നിന്ന് കാലത്തിൻ്റെ അനിവാര്യതയനുസരിച്ച് ചില സഖാക്കൾ ആ ദൗത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. പുതിയ സഖാക്കൾ ആ ദൗത്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നു. ചിലർ മാറി നിൽക്കുന്നു, ചിലർ പുതുതായി വരുന്നു. ഈ ഒരു മാറി നിൽക്കലിനെയും വരവിനെയും പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് മാഷ് എങ്ങനെ പാർട്ടി എല്ലാ കാലത്തും നവീകരിക്കപ്പെടുകയാണ്. പഴയ ഒരുപാട് കേഡർമാർ പ്രായം 75 വയസ്സ് കഴിഞ്ഞതിൻ്റെ ഭാഗമായി 10 സഖാക്കൾ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. മരിച്ച 2 സഖാക്കൾ പ്രധാനപ്പെട്ട പ്രമുഖരായ സഖാവ് കോടിയേരിയുടെയും അതുപോലെ തന്നെ റസലിൻ്റെയും ഒഴിവുണ്ടായി. പിന്നെ 5 സഖാക്കൾ പ്രവർത്തിക്കാനുള്ള പ്രയാസത്തിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കരുനാഗപ്പള്ളി പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിയിലും കരുനാഗപ്പള്ളിയിലെ സഖാക്കളെ നമ്മൾ എടുത്തിരുന്നില്ല. സംസ്ഥാന കമ്മിറ്റിയിലും സൂസൻ കൂടിയെ ഞങ്ങളിപ്പോഴും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഒഴിവാക്കി എന്നുള്ളതല്ല, ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തിയാണ് സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകും. അങ്ങനെ 5 സഖാക്കളെ ഇപ്പോഴും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രായമല്ലാത്തവരെ തന്നെയും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. വിജയരാഘവൻ കൂടി ഇതിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. PB മെമ്പർ എന്ന രീതിയിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ വേണമെന്നില്ല. അങ്ങനെ വന്നപ്പോൾ 17 സഖാക്കളെ പുതുതായിട്ട് ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ എടുത്തിരിക്കുകയാണ്. അതൊരു വലിയ നമ്പറാണ്. 17 സഖാക്കളെ പുതുതായിട്ട് കമ്മിറ്റിയിൽ എടുക്കുക. അത് DYFI സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുതിയ യുവ തലമുറയിൽപ്പെട്ട നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞങ്ങൾ ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറിമാരെ മുഴുവൻ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തു. സീനിയറായിട്ടുള്ള ചില സഖാക്കളെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ഒരു ശക്തിയായൊരു നേതൃത്വവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു ശേഷി പുതിയ നവീകരിക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിക്ക് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. അതിന് പ്രാപ്തമാകുമെന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്.